നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങൾ വരുന്നുണ്ട്. ചിലത് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും, ചിലത് വലിയ കാര്യങ്ങളിലായിരിക്കും. ഈ വലിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നമുക്ക് കൂടുതൽ സമയം വേണം. കാരണം വലിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വീട് വാങ്ങുക, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഒരുപാട് ചിന്തിക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കും, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ മാക്സിമം ശേഖരിക്കും. എന്നിട്ട് ഒത്തിരി ചിന്തിച്ച് സമയമെടുത്ത് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അങ്ങനെ വേണം താനും. വലിയ കാര്യങ്ങൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ സമയമെടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷനാണ്. എന്നാൽ ചില ആളുകൾക്ക് ചെറിയ ചെറിയ നിസ്സാരമായ ഡേ ടു ഡേ ലൈഫിലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, അവിടെയും കൺഫ്യൂഷനാണ്. അവിടെ ഇങ്ങനെ ചിന്തിച്ച് 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 സമയം കളയും. അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം, അതിൽ കൺഫ്യൂഷൻ. എല്ലാത്തിലും കൺഫ്യൂഷൻ ആവുന്ന നിസ്സാര കാര്യങ്ങൾ, ഈസി ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്, പല വീടുകളിലും ഉണ്ട്. പ്രത്യേകിച്ചും കൂടുതലും അത് സ്ത്രീകളാണ് ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വളരെ പുറകോട്ടുള്ള. പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. വ്യക്തി ജീവിതത്തെയും ജോലിയെയും ബന്ധങ്ങളെയും ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അവർക്കത് സാധിക്കുന്നില്ല ഡിസിഷൻ എടുക്കാൻ. ഇപ്പം പങ്കാളികൾ രണ്ടുപേര്, അതിൽ ഒരാൾക്ക് ഡിസിഷൻ എടുക്കാൻ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകണം, അല്ലെ എങ്ങോട്ട് പോകണം, ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ ഒരാൾ പറയാം അങ്ങോട്ട് പോകാം, ഒരാൾ ഇങ്ങോട്ട് പോകാം. ഒരു ഡിസിഷൻ എടുക്കാൻ അവിടെ പറ്റുന്നില്ല. പങ്കാളി ഡിസിഷൻ എടുക്കുന്നതിൽ പുറകോട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ മറ്റേ ആൾക്കത് തീർച്ചയായിട്ടും ഒരു അതൃപ്തി തോന്നും. അപ്പോൾ അത് വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ട്, ചുറ്റും നിൽക്കുന്ന ആ കുടുംബാംഗങ്ങൾക്കും എല്ലാം അത് ബുദ്ധിമുട്ടുണ്ടാകും. അത് പലപ്പോഴും ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സമയനഷ്ടം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം, ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ചെയ്യാനുള്ള ഉള്ള സമയമാണ് ഈ സില്ലി കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നഷ്ടപ്പെടുത്തി കളയുന്നത്. എക്കണോമിക് വാല്യൂ ഓഫ് മണി കേട്ടിട്ടില്ലേ? നമ്മൾ വേറൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പണം, ഈ സില്ലി കാര്യങ്ങൾക്ക് നമ്മൾ ആ സമയം വെറുതെ കളയുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുവാണ്. ടൈം ഈസ് മണി, ടൈം ഈസ് പ്രഷ്യസ് എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് സമയം നഷ്ടം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അത് ആ വ്യക്തിയുടെ ജോലിയെ ബാധിക്കും, ഡേ ടു ഡേ ലൈഫിലെ ഓരോ പ്രവർത്തനങ്ങളെയും ബാധിക്കും. പിന്നെ മാനസിക സമ്മർദ്ദം, ഭയങ്കര ടെൻഷനായിരിക്കും. എന്തെടുക്കണം, എന്ത് ചെയ്യണം, അതിങ്ങനെ ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ടെൻഷനും ഇയാളിനെ ബാധിക്കും. അപ്പോൾ ഈ വ്യക്തിക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, വ്യക്തിയുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷനുകളുടെ ആധിക്യം. ഒരുപാട് ഓപ്ഷൻ ഉള്ളപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വാർഡ്രോബിൽ കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങുമ്പം അതിലേത് വേണമെന്നൊരു കൺഫ്യൂഷനാണ്. അത് വേണോ, ഇത് വേണോ, അത് വേണോ, ഇത് വേണോ, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കുറേ സമയം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യും. അതേസമയം നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സുകളെ ഉള്ളെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷനുകൾ കൂടിയാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് വല്ലാതെ ബാധിക്കും. അപ്പം കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഏതെങ്കിലും സെലക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സംതൃപ്തരാകും. പലതുണ്ടെങ്കിൽ നമ്മൾ ചിന്താക്കുഴപ്പത്തിലാകും. അപ്പോൾ പലതിലൊന്ന് തീരുമാനിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ എല്ലാം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, എല്ലാം തികഞ്ഞൊന്ന് കണ്ടെത്തുക എളുപ്പവുമല്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഭയമാണ്. ഡിസിഷൻ ഞാൻ ഇങ്ങനെ എടുത്താൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ, ആ ഡിസിഷൻ മോശമായി പോവുമോ? എന്തായാലും നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ ഡിസിഷൻ എടുക്കണം. ആ ഭയം മൂലമാണ് പലരും ഡിസിഷൻ എടുക്കാൻ വൈകിക്കുന്നതും അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതും. അപ്പോൾ ഭയമാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസണാണ് പെർഫെക്ഷനിസം. ഏറ്റവും മികച്ചത് മാത്രം വേണം, ഞാൻ ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം, ഞാനൊരു ഡിസിഷൻ എടുക്കുന്നെങ്കിൽ അത് ഏറ്റവും മികച്ചതാവണം. ആ പെർഫെക്ഷനിസം നമ്മളെ വല്ലാതെ ബാധിക്കും. പെർഫെക്ഷനിസം വന്നു കഴിഞ്ഞാൽ, അത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ള സമയം ഒരുപാട് നമ്മൾ അതിനകത്ത് എടുക്കും. അപ്പോൾ എല്ലാം ഒന്നും പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു തീരുമാനം അങ്ങോട്ട് എടുക്കുക,
നമ്മളെടുക്കുന്ന തീരുമാനം 100% എപ്പോഴും എല്ലായ്പ്പോഴും പെർഫെക്റ്റായി വരണമെന്നില്ല. നമ്മളെടുക്കുന്ന തീരുമാനം പലപ്പോഴും തെറ്റാവും, പലപ്പോഴും ശരിയാവും. അപ്പോൾ പെർഫെക്ഷനിസം കൂടുതലുള്ളവർക്ക് ഈ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഇതിന് പരിഹാരം എന്തൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ ഓപ്ഷനുകളൊന്ന് ചുരുക്കണം. ഇപ്പം കൊച്ചു കുട്ടികളുടെ അടുത്ത് തന്നെ നമ്മൾ കുറേ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഇപ്പം സ്കൂൾ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആയുള്ള കുട്ടികൾ എൻ്റെ വീട്ടിൽ കാണുന്നതാണ്. ഇപ്പോൾ ഡേ കെയറിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണമെന്നെങ്കിൽ അത് വേണ്ട ഇത് വേണം എന്ന് പറഞ്ഞവർ വാശി പിടിക്കും. അതേസമയം ഏതെങ്കിലും 2 ഡ്രസ്സുകൾ അവരുടെ അവിടെ കൊടുത്ത് ഇത് വേണോ അത് വേണോ ചോദിക്കാം, അവർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും സെലക്ഷൻ ആവില്ല. അപ്പോൾ ഇതേ രീതി തന്നെയാണ് നമ്മുടെ കേസിലും. അപ്പം നമ്മുടെ ഓപ്ഷനുകൾ ഒന്ന് കുറയ്ക്കുക. അപ്പം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാവും. പിന്നെ അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിക്കുക. ഞാൻ ഇത്ര സമയം കൊണ്ട് തുടിയെടുത്ത് വരും, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഞാൻ അതിനൊരു തീരുമാനം എടുക്കും. ആ ഒരു ഡെഡ് ലൈൻ നമ്മൾ തന്നെ ഒന്ന് മനഃപൂർവ്വം തീരുമാനിക്കുക. അത് അമിതമായിട്ട് നമ്മൾ സമയം കളയാതെ ഒരു ഡെഡ് ലൈൻ വയ്ക്കുക. വൈകിയ തീരുമാനത്തേക്കാൾ നല്ലത് കൃത്യസമയത്ത് എടുക്കുന്ന തീരുമാനമല്ലേ. അപ്പം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സമയപരിധി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പെർഫെക്ഷനിസം കളയുക. ഏറ്റവും മികച്ചത് എന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട് തീരുമാനം എടുക്കുക. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടത് ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് ശീലിക്കുക, പെട്ടെന്ന് എടുത്ത് ശീലിക്കുക. ഇപ്പം നമുക്ക് വലിയ ഹാം ചെയ്യാത്ത, ഇപ്പം നമ്മൾ രാവിലെ എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന തീരുമാനം, വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത തീരുമാനം. അങ്ങനെയുള്ള ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മനഃപൂർവ്വം. ഒരുപാട് ആലോചിക്കാതെ ഒരു ഡിസിഷൻ അങ്ങ് എടുക്കുക. അങ്ങനെ ഓരോ ഡിസിഷൻ നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ നല്ല വലിയ തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് സപ്പോർട്ടായിരിക്കും. പിന്നെ നമ്മൾ ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒരു പേപ്പറിൽ എഴുതുക. അപ്പം കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. നമ്മളൊരു PMI എന്ന് പറയും, പോസിറ്റീവ് മൈനസ് ഇൻട്രസ്റ്റ്. ഇത് നോക്കണം. അതിൻ്റെ പോസിറ്റീവ് എന്താണ്, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, അതിൻ്റെ മൈനസ് അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, ഇതിലെനിക്കെന്താണ് താല്പര്യം, എൻ്റെ താല്പര്യം എന്താണ്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളൊരു ഡിസിഷൻ അങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തു പോയതെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, അത് നമ്മുടെ വളർച്ചയുടെ ഭാഗമാക്കി എടുക്കുക. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ നമ്മൾ മനഃപൂർവ്വം അത് പ്രാക്ടീസ് ചെയ്യുക. വലിയ കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുക. എന്നാലും അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല തീരുമാനങ്ങളൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ മോശമാവും. എന്തായാലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.